ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇതാ നല്ല മഴയാണ്. പിന്നെ കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. മഴ എന്നാൽ നല്ല ചീഞ്ഞ മഴയാണ്. ചീഞ്ഞ മഴ. അപ്പോൾ എന്നാ എല്ലാവരെയും വിശേഷങ്ങളൊക്കെ, മഴ ഉണ്ടോ? അപ്പോൾ ഞാനിത് അവിടെ ഭയങ്കര ഒച്ചപ്പാട് കേട്ടിട്ട് എന്താണ് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഒക്കെ ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവരും എന്നോട് പറയട്ടെ, ഈ ഫസ്റ്റ് പറയൂല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും, ഇപ്പോൾ ലാസ്റ്റാണ് പറയുന്നതെന്നൊക്കെ ഓരോരുത്തർ പിന്നെ പറയുന്നുണ്ട് കേട്ടോ. വിട്ടുപോകും, പറയാൻ നേരം കിട്ടണ്ടേ. പിന്നെ എങ്ങനെയാണ് നമ്മൾ സടവടയെ പറഞ്ഞാൽ ചെയ്യുന്നതല്ലേ പരിപാടികളൊക്കെ. അപ്പോൾ ഒച്ചപ്പാട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എന്താണ് വലിയ ഒച്ചപ്പാട് തോന്നുന്നു എനിക്കറിയില്ല. കുറേ നേരമായി എന്തോ പ്രശ്നമുണ്ട്. പോയോ കേട്ടോ, എന്താണ് പ്രശ്നം? ഒരാളെന്തോ കവറൊക്കെ കടിച്ച് പറിച്ച് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. സംഭവം എന്താ, നമ്മൾ പോയി നോക്കാം. അപ്പം വെളിച്ചം കുറവാണ്, ഇരുടാണ്. ഞാൻ നോക്കട്ടെ. അപ്പം മുറ്റത്തൊക്കെ ചളി പിളിതണ്ട, നമ്മൾ പറഞ്ഞില്ലേ ചളി പിളിയാണെന്ന്. നമ്മൾ ഈ മണ്ണിൻ്റെ കാരണം കൊണ്ട് മണ്ണെടുക്കാനും പറ്റുന്നില്ല, മഴ ചോരുന്നുമില്ല, ചളി കൊണ്ട് തൊല്ല. പന്നൊക്കെ ഈ മഴ തന്നെ അതിന് ഇത് ഇത്രയും ഇന്ന് മഴയും കൊണ്ട് വാരിയിട്ട കേട്ടോ. പിന്നെ നിവൃത്തിയില്ല, എന്തെങ്കിലും ചെയ്യണം. കുറച്ച് മെറ്റലെങ്കിലും ഇവിടെ വാരിയിടണം, അല്ലെങ്കിൽ നമുക്കിവിടെ മുറ്റത്ത് നിൽക്കാൻ പറ്റില്ല ചളി പിളിയായിട്ട്. അപ്പോൾ നിങ്ങളിതാ സംഭവം കാണുന്നുണ്ട്. അവർ കൂട്ടിൽ എന്താണെന്ന് അറിയില്ല, ഭയങ്കര ഒച്ചപ്പാട്. ഞാൻ വന്നപ്പം വരെ സൈലൻ്റല്ലോ. ഓ വെറുതെ അല്ല, കണ്ടില്ലേ? ഇതാണ് സംഭവം. ഇതിങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ? കൊച്ചളൊക്കെ അങ്ങോട്ട് പോട്ടെ, ആ തുമ്പത്തുനിന്ന് അങ്ങോട്ട് പോട്ടെ. പോട്ടെ. ഇന്നുമാണ് കവർ ആയിട്ട് ഒരാൾ നടക്കണ്ടല്ലോ. ഏറിനപ്പം ഒരു കവർ കിട്ടി, ഇതിൽ തീറ്റുണ്ടല്ലോ. എന്തുവാണ് നോക്കട്ടെ, ആരെ കയ്യിലാണ് കവർ കണ്ടേ? നോക്കട്ടെ. എന്താ പിന്നെ അത് താക്കോലൊക്കെ എന്താ ഇതിൽ പൂട്ടാണ്ടോ? ഈ താക്കോലൊക്കെ കിട്ടിക്കുന്നത് എന്താ എന്തെങ്കിലും ചാവിയൊക്കെ ആയിട്ട് പരിപാടി? കവറൊന്നും പിടിച്ചിങ്ങനെ തിന്നണ്ട കേട്ടോ. ഇതെന്താ ഒച്ചപ്പാടിന്ന്? മനുഷ്യൻ ആദ്യം നിൽക്കാൻ സമ്മതിക്കില്ല. ഞാൻ വിചാരിച്ച് ഇപ്പോൾ വേറെ എന്തോ വന്നയക്കുമെന്ന്. ഇവിടെ ഒച്ചപ്പാടുണ്ടാക്കുന്നതിന് കാരണമുണ്ട്. ഈ ഹല്ലറയിൽ അത് വെറുതെ ഒന്നല്ല, തൊള്ളിട്ട്. ഇവരൊക്കെ നമ്മൾ നാളെ ചന്തയിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ നാളെ ഞങ്ങളെയൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. വേറെ അപ്പം നിങ്ങൾക്ക് ഒരു കവർ കിട്ടിയേ. വേറെ കുത്തിപ്പറിച്ച് കൊണ്ടുവരികയാണ്. കവറൊക്കെ തിന്നാൽ ചത്തുപോവില്ലേ ഇതിലേ? നാളെ നമ്മൾ ഇവരൊക്കെ പിടിച്ച് ചന്തയിൽ കൊണ്ടുവന്നുണ്ട്. കാരണം മഴ ആണ്, ചന്തയിൽ ആൾ പിന്നെ ഉണ്ടാവുമെന്നറിയില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ച ഞങ്ങൾ വെറുതെ നമ്മളെ താമരശ്ശേരി ചന്തയിലൊക്കെ പോയപ്പോൾ കോഴിൻ്റെ സെയിലൊക്കെ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യമൊക്കെ ചന്തയിൽ കൊണ്ടുപോകലുണ്ടായിരുന്നു, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, കുറേ മുമ്പ്. അപ്പം ഇപ്പം എനിക്കങ്ങനെ നമുക്ക് ഒന്നാമത് സമയം കിട്ടില്ല. മക്കൾ പിയോ ചെല്ലുന്ന മക്കളല്ലേ. അപ്പോൾ ലേശം കഴിയട്ടെന്ന് വിചാരിച്ച് നിന്നായിരുന്നു ഞാൻ. അപ്പോൾ അവിടെയൊക്കെയെന്ന് വെച്ചാൽ ചന്തയിൽ ഞങ്ങളിപ്പോൾ മിനിയാന്ന് പോയി നോക്കുമ്പം ഈ മുട്ടക്കോയിൻ്റെ മക്കളൊക്കെ നാടൻ കോഴിയാന്ന് പറഞ്ഞു ഞാൻ ഈ അണ്ണാച്ചികളില്ലേ, അണ്ണന്മാർ കൊടുക്കുന്നുണ്ട്. ഇതൊന്നും അറിയാത്ത പെണ്ണുങ്ങൾ പാവം മുട്ടയിടുമല്ലോ വിചാരിച്ച് ഞാൻ. മുട്ടയിടുമെന്ന് ചോദിച്ചാൽ മുട്ടയിടും, അത്ര തന്നെ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെങ്കിൽ എന്താപ്പത് അടുത്ത പൊരയും ചട്ടിയും കാക്കാലോ കിറക്കിൽ കിട്ടുന്ന ഒച്ച. സംഭവം വെറുതെ ഒന്നല്ല, കരിഞ്ഞത് തീറ്റപ്പാത്രത്തിൽ തീറ്റ കുറഞ്ഞുണ്ട്, അത് കഴിഞ്ഞുണ്ട്. അപ്പോൾ ഇതെപ്പോഴും ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ അതാണ് കരിഞ്ഞത്. കാരണം ഞാൻ മഴ ഇങ്ങോട്ട് ഇറങ്ങിയില്ല, അതിനത് കാലി ആയിക്കല്ലേ എന്നറിയാൻ. അപ്പോൾ അത് കാലിയായിട്ടാണ് വലിയ സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല കന്നി നാടൻ കോഴിക്കുട്ടികൾ കേട്ടോ, നിങ്ങൾ കണ്ടാൽ മനസ്സിലാവില്ലതാ കണ്ടോ. അപ്പോൾ പിന്നെ ആവശ്യമുള്ള ആരെങ്കിലും ആൾക്കാർക്ക് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി.
അപ്പോൾ ഞാൻ കൊറിയറിൻ്റെ സെറ്റപ്പൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അയച്ചെഴുതാറുള്ള ഇവിടെ കാലുകൾ ബൂട്ടൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. റോസിനായാണ് മിക്സിങ് കണ്ടത്, കാലുകൾ ബൂട്ടൊക്കെ ഉണ്ടതാ. നല്ല കത്ത് തൊപ്പലാത്ത ആ പൂവനാ വേണ്ട. ഇവരൊക്കെ നല്ല ജവാമാർ പൂവന്മാരാട്ടോ, നല്ല പുള്ളിയൊക്കെയുള്ള. ഇതൊക്കെ പെടയാണ്. അതിൽ തോനയും പെട തന്നെയാണ്. ഇത് പൂവൻ ഇപ്രാവശ്യം കുറവാണ്, അതുകൊണ്ട് സമാധാനമുണ്ട്. മറ്റു തോനയും പൂവനുണ്ടാവും. ഇപ്രാവശ്യം പൂവൻ കുറവാണ്. അല്ല, പൂവൻ കുറവാണ്, പെട കൂടുതലുണ്ട്. നല്ല കറുപ്പ് പുള്ളിയൊക്കെയുള്ള. ഞാൻ വാതിലിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് ഓൽക്ക് ഫുഡ് കഴിക്കാൻ വരാനൊരു മടി. വലിയ പ്രശ്നമില്ല. ഞാൻ വിചാരിച്ചു എന്താണ് വലിയ അതിന് വല്ല തീറ്റ അവിടെ ഇങ്ങനെ തൊഴിഞ്ഞിട്ട് ഇനി ഉറുമ്പങ്ങാൻ കയറി കടിക്കുന്നുണ്ട് വിചാരിച്ചു. വല്ല കരച്ചിൽ കേട്ടിട്ട് വെറുതെ തീറ്റ പറഞ്ഞിട്ട് കണ്ടപ്പോൾ ഫുഡ് എടുക്കാൻ വരുന്നുണ്ടോ. ശരി, നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഇവർക്ക് രാവും പാലും ഫുള്ള് ഭക്ഷണം വേണം. എന്താ നല്ല സൂപ്പർ കോഴിക്കുട്ടിയൊക്കെ ഉണ്ട് കാരണം, നല്ല നല്ല കോഴിക്കുട്ടികളാണ്. ഉണ്ടോ കാണുന്നോ ഉണ്ടോ. അപ്പോൾ നിങ്ങൾ ഞാനിതിൽ നമ്പർ വാട്സപ്പ് ചെയ്യാനുള്ള നമ്പർ ഇതിൽ കൊടുക്കാം. ഇതിനാവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യട്ടോ. അപ്പോൾ പിന്നെ ഈ കൊറിയറാകുമ്പോൾ കൊറിയർ ചാർജും ഉണ്ടാവും. പിന്നെ അവർക്ക് നമുക്ക് ചാർജ് കൊടുക്കണമല്ലോ. അതാണ്ടോ എവിടെയാണ് വന്നില്ല ഒരു പ്ലാസ്റ്റിക് കവറായിട്ട് ഒരാൾ കിടക്കുന്നുണ്ടെന്ന്. തൊപ്പി അല്ല, ഓള് ആ മൂല കൊണ്ടുപോയി തൊപ്പി ഇതാടി ഒരു പ്ലാസ്റ്റിക് കവർ. അപ്പോൾ അവിടെ നിന്ന് നോക്കുന്നുണ്ട് എന്താണ് ഇവിടെ കടിച്ചുകൊണ്ട് പോണത്. വേണ്ട, നമ്മൾ സുന്ദരി ഉണ്ടോ, സുന്ദരി നല്ല രസമല്ലേ കാണാൻ, സുന്ദരിക്കാതെ ഉണ്ടാ. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്യണേ, മറന്നു വരുത്. മതി, പുറത്തേക്കൊന്നും വേണ്ടപ്പോൾ കയറ് പൊട്ടിക്കുന്നു. ഇവിടെ ഒച്ചപ്പാടൊന്നും നിങ്ങൾ കേട്ടില്ലേ? തുടക്കം നമ്മൾ വന്നപ്പോൾ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു. അതുപോലെ ഫുഡ് കഴിഞ്ഞിട്ടാണ് കൂടൊക്കെ ഒരു തട്ടിക്കൂട്ട് ലോക്കാണ് കണ്ട. പിന്നെ ആരോ പറയുന്നുണ്ട് നമ്മളുണ്ട് രാത്രി വീഡിയോ എടുക്കുന്നതായിട്ട് കാണണമല്ലായിരുന്നു അങ്ങനെ വിചാരിച്ച് തുമ്മ. അപ്പോൾ ഇതാണ് നമ്മളെ സെറ്റപ്പ് കേട്ടോ. വലുതാണ് കഴിയണേ. അപ്പം കണ്ടില്ലേ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റൊക്കെ ചെയ്യട്ടോ, മറന്നു പോകരുത്. അപ്പം ആവശ്യമുള്ളവർ പിന്നെ ഫോണിലേക്ക് വിളിക്കേണ്ട ആരും, ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക. വാട്സപ്പിൽ എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ളവർ കേട്ടോ, ആവശ്യമില്ലാത്ത ഒരാളും മെസ്സേജ് അയക്കരുത്. പിന്നെ വിളിക്കുക കോണ്ടാക്ട് ചെയ്യുക ഒന്നും ചെയ്യരുത്. പിന്നെ ശല്യമായിരിക്കും. ആവശ്യമുള്ളവർ മാത്രം ചെയ്യട്ടോ. പിന്നെ എന്താ പറയുക, വാട്സപ്പ് ചെയ്താൽ വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. പിന്നെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുതരും കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.